ഒരു മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച എല്ലാ മക്കളും തമ്മിൽ തമ്മിൽ രക്തബന്ധമുണ്ട് എന്നതുപോലെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലിരിക്കുന്ന വിശ്വാസികൾ തമ്മിൽ രക്തബന്ധമുണ്ട്. ആ രക്തം യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നൽകിയിരിക്കുന്ന തിരുവത്താഴം എന്ന ശുശ്രൂഷയിൽ പാനപാത്രം കുടിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓഹരിക്കാരായി നാം തീരുകയാണ്. അങ്ങനെ യേശുവിൻ്റെ രക്തത്തോട് ബന്ധമുള്ള എല്ലാ വിശ്വാസികളും തമ്മിൽ രക്തബന്ധമുണ്ട് എന്നുള്ളതാണ്. ആ രക്തബന്ധമുള്ള വിശ്വാസികൾ അവർ ഐക്യതയിൽ ഒന്നാണ്, സ്നേഹത്തിൽ തികഞ്ഞവരാണ്, എല്ലാവരും ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാണ്. അതുകൊണ്ട് എല്ലാവരെയും പുത്രീപുത്രന്മാരാക്കി ഒന്നാക്കി തീർത്ത യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തമ്മിൽ നമുക്ക് രക്തബന്ധമുണ്ട് എന്നുള്ള സത്യം നാം അംഗീകരിക്കും.